പത്തനംതിട്ടയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായത് പ്രേക്ഷകരോട് നേരത്തെ പങ്കുവച്ചാണ്. ദമ്പതികളടക്കമുള്ള സംഘത്തെ പോലീസ് അകാരണമായി മർദ്ദിച്ചു എന്ന സംഭവം. ഈ പത്തനംതിട്ട KSRTC ബസ് സ്റ്റാൻഡിനോട് ചേർന്ന വഴിയരികിൽ നിന്നവരാണ് ഈ പരാതി ഉന്നയിക്കുന്നത്. പോലീസ് അതിന് പറയുന്ന കാരണം അവിടെ ഒരു ബാറിന് മുന്നിൽ ചെറിയ സംഘർഷാവസ്ഥ രൂപപ്പെട്ടിരുന്നു. അത് കൈകാര്യം ചെയ്യാനായി വന്നതാണ്. ആ സമയത്ത് ആൾക്കൂട്ടം പിരിച്ചുവിടുന്നതിന്റെ ഭാഗമായി ലാത്തി ചാർജ് നടത്തുകയായിരുന്നു. അങ്ങനെയാണ് പരിക്ക് പറ്റിയത് എന്ന ന്യായീകരണമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ളത്. പക്ഷേ അങ്ങനെയൊന്നും ആയിരുന്നില്ല, ഒരു സംഘർഷാവസ്ഥയൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് ഈ തല്ല് കിട്ടിയവരൊക്കെ പറയുന്നത്, ആ യാത്രക്കാരിൽ ഉൾപ്പെട്ടവർ പറയുന്നത്. ഇപ്പോൾ നമ്മുടെ പ്രതിനിധി CK അഭിലാൽ അവിടെ നിന്ന് ചേരുന്നുണ്ട്. അഭിലാലിനൊപ്പം ഈ ബാറുമായി ബന്ധപ്പെട്ട ഒരാൾ കൂടി ഒപ്പം ചേരുന്നുണ്ട്. അഭിലാൽ, അവർക്ക് എന്താണ് പറയാനുള്ളത്? സത്യത്തിൽ അത്തരമൊരു സംഘർഷാവസ്ഥ അവിടെ ഉണ്ടായിരുന്നു? പോലീസ് എത്തിയത് അതിനുവേണ്ടിയായിരുന്നു? മോത്തി, പത്തനംതിട്ട കണ്ണങ്കരയിൽ പ്രവർത്തിക്കുന്ന ഹെയ്ഡേ ബാറിന് മുന്നിലാണ് ഇന്നലെ ഏറെക്കുറെ 11 മണിയോടുകൂടി ഈ സംഭവം ഉണ്ടാകുന്നത്. ബാറിൻ്റെ അക്കൗണ്ടന്റ് മിഥുൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഈ പോലീസിൻ്റെ ഒരു നടപടി ഉണ്ടായി എന്നാണ് പരിക്കേറ്റവർ പറയുന്നത്. പോലീസ് നടപടി ഉണ്ടായി എന്ന് പോലീസ് വിശദീകരിക്കുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്? 10:45 ശേഷം ആൾക്കാർക്ക് ബാറിൽ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു 7 പേരോളം വന്നു. അപ്പോൾ ആദ്യം പറഞ്ഞു പിന്നെ പോലെ ബാർ അടച്ചു, 10:45 ശേഷം കയറാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. 2-3 തവണ പറഞ്ഞു. പിന്നത്തെ ഈ ചില്ല് ഗ്ലാസ്, പിന്നെ കൊട്ടാനും അടിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ നമ്മൾ പോലീസിനെ വിളിച്ചതിന് ശേഷം പോലീസ് ഒരു ഏകദേശം 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് വന്നു. അവരെ കണ്ടപ്പോഴത്തേന് ഇവർ 4 സൈഡിലോട്ട് ഓടി. ഇത്ര നമുക്കറിയത്തുള്ളൂ. പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളത് വെളിയിലോട്ട് ഇറങ്ങിയില്ല. കാരണം ബാർ അടച്ചതിന് ശേഷം ജീവനക്കാരെ വെളിയിലോട്ട് ഇറങ്ങില്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ ആ ക്ലോസ് ആയ സമയത്തിന് ശേഷം 11 മണി അടുപ്പിച്ചായപ്പോഴാണ്, 11 മണി കഴിഞ്ഞപ്പോഴാണ് പിന്നെയും കാരണം എന്ന് പറഞ്ഞുകൊണ്ട് അടി ഉണ്ടാക്കി. നമ്മൾ വെളിയിലോട്ട് ഇറങ്ങിയില്ല. ഈ ബിയർ വേണമെന്ന് ആവശ്യപ്പെട്ട് വന്ന ആളുകളെ മുൻപ് കണ്ടുപരിചയമുള്ളവരാണ്? കണ്ടിട്ടില്ല, അവർക്ക് പുതുതായിട്ടുള്ളവരാണ്. നേരത്തെ കണ്ടുപരിചയമുള്ളവരാണ് പറഞ്ഞു കഴിഞ്ഞാൽ അവരങ്ങ് പൊക്കോളും, എന്നോട് ക്ലോസ് ആക്കിയെന്ന് പറഞ്ഞാൽ പൊക്കോളും. പക്ഷേ ഇത് ഇന്നലെ വന്നവരങ്ങനല്ലായിരുന്നു. നമ്മൾ സാധനം കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടും പിരിഞ്ഞു പോകാതിരുന്ന ആളുകൾ പോലീസിനെ കണ്ട പാടെ ഓടി. അതെ, കണ്ട അവിടെ 4 സൈഡിലോട്ട് ഓടി, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. നമ്മൾ വെളിയിലോട്ട് ഇറങ്ങാൻ പോയില്ല. പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയില്ല. പോലീസിനെ കണ്ടപ്പോഴത്തേന് അവർ 2 സൈഡിലോട്ട് ഓടി. അത് കഴിഞ്ഞാൽ അവർ പോലീസുകാരും പോയി. മറ്റ് സമീപത്ത് വാഹനം നിർത്തി വിശ്രമിച്ചുകൊണ്ടിരുന്ന മറ്റു ചിലർക്ക്, സ്ത്രീകളടക്കമുള്ള ആളുകൾക്കെതിരെ നടപടി ഉണ്ടായി എന്നാണ് പരാതിയായിട്ട് വന്നിട്ടുള്ളത്. ഇല്ല, നമ്മളത് കണ്ടിട്ടില്ല. ഇവിടെ വന്നവരെ പോലീസ് വന്നപ്പോൾ ഓടുന്ന കണ്ടിട്ടുള്ളൂ, അല്ല നമ്മൾ വേറെ ആരെയും കണ്ടിട്ടില്ല. മോത്തി, മിഥുൻ്റെ പ്രതികരണം വരുമ്പോൾ തന്നെ ഈ ബാറിന് പുറത്തൊരു സംഘർഷം ഉണ്ടായി എന്നുള്ള പോലീസിൻ്റെ വിശദീകരണം വിശ്വാസത്തിലെടുക്കാവുന്നതാണ് എന്നുള്ളത് തന്നെയാണ്. അതായത് ബാറിന് പുറത്ത്, ബാർ അടയ്ക്കുന്ന സമയത്ത് മദ്യം ആവശ്യപ്പെട്ട് എത്തിയ ആളുകളുടെ ശല്യം കാരണം ബാർ നടത്തിപ്പുകാർ പോലീസിൻ്റെ സഹായം തേടുകയായിരുന്നു. അങ്ങനെ പത്തനംതിട്ട സ്റ്റേഷനിൽ നിന്നും, ഇവിടെ നിന്ന് ഏറെക്കുറെ 1/2 കിലോമീറ്റർ മാത്രമാണ് അകലെ, സ്റ്റേഷനിൽ നിന്നും 2 മിനിറ്റിനുള്ളിൽ തന്നെ പോലീസിൻ്റെ സംഘം എത്തി. വാഹനം കണ്ട പാടെ മദ്യം ആവശ്യപ്പെട്ട് ബാറിന് മുന്നിൽ തടിച്ചുകൂടിയ ആളുകൾ 4 പാടും ചിതറി ഓടി. പിന്നെയും നിന്ന ആളുകൾക്കെതിരെയാണ് പോലീസിൻ്റെ നടപടി ഉണ്ടായത്. അങ്ങനെ അവർ ലാത്തി വീശുന്നു. പിന്നെ വന്നവർ ആരൊക്കെയാണ് എന്ന് ചോദിക്കാനുള്ള സാവകാശം സ്വാഭാവികമായി ഇത്തരം സന്ദർഭങ്ങളിൽ ഉണ്ടാകാറില്ല. അങ്ങനെ പ്രത്യേകിച്ച് പുരുഷന്മാർക്കെതിരെയാണ് നടപടി ഉണ്ടായത്. 4 ബാറിൽ ചെറുതി ഓടിയ കൂട്ടത്തിൽ ഓടിയ സ്ത്രീക്ക് പരിക്കേൽക്കുകയാണ് ഉണ്ടായത്. സ്ത്രീകൾക്കെതിരെ ഒരു നടപടിയും ഉണ്ടായില്ല എന്നുള്ളതാണ് പോലീസിൻ്റെ വിശദീകരണം. എന്തായാലും പരാതി പരിക്കേറ്റവരുടെ ഭാഗത്തുനിന്നുണ്ടാകും. പോലീസിൻ്റെ അന്വേഷണം ആ ദിശയിലേക്കും നീങ്ങുമെന്ന് തന്നെ നമുക്കും പ്രതീക്ഷിക്കാം. ശരി അഭിലാൽ, നമ്മൾ 2 ഭാഗവും കേൾക്കണമല്ലോ. നേരത്തെ പറഞ്ഞത് ആ തല്ല് കിട്ടിയവർ ഓടി മറിഞ്ഞു വീണ് പരിക്കേറ്റവരുടെയൊക്കെ പ്രതികരണമായിരുന്നു. അവർ പറഞ്ഞത് അകാരണമായി തല്ലുകയാണ് ഉണ്ടായത്, പോലീസ് ഇടപെടുകയാണ് ഉണ്ടായതെന്ന് പറയുന്നു. പക്ഷേ സംഘർഷാവസ്ഥയുടെ ഭാഗമായി പോലീസ് അവിടെ എത്തി. ആൾക്കൂട്ടത്തെ പിരിച്ചുവിടുന്നതിന്റെ ഭാഗമായി ലാത്തി പ്രയോഗിച്ച സമയത്ത് അപകടം പറ്റിയതാണെന്നാണ് പറയുന്നത്. സ്ത്രീകൾക്ക് നേരെ അതിക്രമം ഉണ്ടായില്ല എന്നാണ് പോലീസ് ഇപ്പോഴും വിശദീകരിക്കുന്നത്.